ഹായ്, ഫിസിക്സ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. HSST ഫിസിക്സിന്റെ അടുത്ത ഒരു നോട്ടിഫിക്കേഷൻ PSC ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. 2024 ഡിസംബർ ഈ മാസം തന്നെ ആ പുതിയ നോട്ടിഫിക്കേഷൻ HSST ഫിസിക്സിന്റെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ വരും എന്നുള്ളതാണ് PSC നമ്മളെ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ 2024 ഡിസംബർ 9 ചേർന്ന PSC യോഗത്തിന്റെ തീരുമാനങ്ങളുടെ കൂട്ടത്തിൽ 47 കാറ്റഗറികളിലേക്ക് വിജ്ഞാപനം പബ്ലിഷ് ചെയ്യാനായിട്ട് PSC തീരുമാനിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ മൂന്നാമത്തെ നമ്പറായിട്ട് തന്നെ കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഫിസിക്സ്, അതായത് HSST ഫിസിക്സിന്റെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഉള്ള തീരുമാനം PSC എടുത്തിരിക്കുകയാണ്. ഈ മാസം തന്നെ HSST ഫിസിക്സിന്റെ നോട്ടിഫിക്കേഷൻ വരും എന്നുള്ളത് PSC അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം 2022 ഇതിന് മുന്നേ ഉള്ള HSST ഫിസിക്സ് പരീക്ഷ നടന്നത്. 23 റാങ്ക് ലിസ്റ്റ് വന്നു. നിലവിലെ റാങ്ക് ലിസ്റ്റ് ഉണ്ട്. റാങ്ക് ലിസ്റ്റ് 2026 എക്സ്പയർ ആവും. അപ്പോൾ ഈ ഒരു പരീക്ഷ ഈ 30-ാം തീയതി നോട്ടിഫിക്കേഷൻ വരുമെന്നാണ്, ഈ ഡിസംബർ 30 നോട്ടിഫിക്കേഷൻ വരുമെന്നുള്ളതാണ് PSC അറിയിച്ചിരിക്കുന്നത്. ആ ഒരു പരീക്ഷ അടുത്ത വർഷം, അതായത് 2025 അവസാനത്തോടു കൂടി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഈ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആകുമ്പോഴത്തേന് പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരികയും അതിൽ നിന്ന് കൂടുതൽ പേർക്ക് നിയമനം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ I+ ഈ പരീക്ഷയ്ക്കായിട്ട് ഏറ്റവും ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ തവണത്തെ HSST ഫിസിക്സ് പരീക്ഷയിൽ ഉയർന്ന റാങ്കുകൾ കരസ്ഥമാക്കാൻ I+ന് സാധിച്ചിട്ടുണ്ട്. ഫിസിക്സ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരുപാട് പരീക്ഷകളിൽ കേരളത്തിലെ ഏറ്റവും മികച്ച റാങ്കുകൾ സ്വന്തമാക്കിയിട്ടുള്ളത് I+ തന്നെയാണ്. I+ഉം അതുപോലെ തന്നെ മെന്ററായിട്ടുള്ള അതുൽ സാറും ഒക്കെ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഫിസിക്സ് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായി നിലകൊള്ളുന്നുണ്ട്. അതേ നിലവാരമുള്ള ക്ലാസ്സുകൾ HSST ഫിസിക്സിന് വേണ്ടിയിട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 30-ാം തീയതിയാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. ഈ ഡിസംബർ 30-നാണ്. അടുത്ത മാസം, അതായത് ജനുവരി 2025 ജനുവരി 29 വരെ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് PSC അറിയിച്ചിട്ടുള്ളത്. 2025 ജനുവരി 29 വരെ. അപ്പോൾ അതിന് മുന്നേ 2025 ജനുവരി 29 മുന്നേ നിങ്ങൾ നിശ്ചിത യോഗ്യത നേടിയിട്ടുണ്ടാവണം. എന്താണ് യോഗ്യത? PG ഉണ്ടാവണം, 50% മാർക്കെങ്കിലും PG ഉണ്ടാവണം, സെറ്റ് ഉണ്ടാവണം, B.Ed ഉണ്ടാവണം എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള യോഗ്യത. കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷൻ അങ്ങനെയായിരുന്നു. ഇത്തവണയും അത് അങ്ങനെ തന്നെയാകും. അതിൽ മാറ്റമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ ആ ക്വാളിഫിക്കേഷനുകളെല്ലാം 2025 ജനുവരി 29 മുന്നേ നിങ്ങൾക്ക് നേടാൻ സാധിച്ചിരിക്കണം. ഏജ് ലിമിറ്റും ഒക്കെ ഈ ഒരു പുതിയ നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് അത് സൂചിപ്പിക്കുന്നുണ്ടാവും. അപ്പോൾ 30-ാം തീയതിക്ക് ശേഷം നിങ്ങളുടെ പ്രൊഫൈൽ അത് ആക്റ്റീവ് ആവും. അപ്പോൾ അത് നിങ്ങൾ എന്താണ് അത് പഠിച്ച് അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക, പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ തവണ നമ്മുടെ I+ന്റെ ഉദ്യോഗാർത്ഥികൾ, ഉയർന്ന റാങ്കുകൾ നേടിയ ഉദ്യോഗാർത്ഥികൾ അടക്കം പറയുന്നത് ഏറ്റവും നേരത്തെ പഠിച്ചു തുടങ്ങുന്നവർക്കാണ് ഈ ഒരു പരീക്ഷയ്ക്ക് ഉയർന്ന റാങ്ക് നേടാൻ സാധ്യതയുള്ളതെന്നുള്ളത്. അത് നമുക്ക് അറിയാവുന്ന സംഗതി തന്നെയാണ്. നേരത്തെ തന്നെ തയ്യാറെടുപ്പ് ആരംഭിക്കുക. I+ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കോച്ചിങ് ഒരുക്കുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ അറിയാനായിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഫോൺ നമ്പറുകളുണ്ട്, ഗൂഗിൾ ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്യാം. അല്ലെങ്കിൽ ആ നമ്പറുകളിൽ വിളിക്കുകയോ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയോ ഒക്കെ ചെയ്യാൻ. നിങ്ങൾക്ക് വിശദാംശങ്ങളുമായിട്ട് ഞങ്ങളുടെ ടീം നിങ്ങളെ കണ്ടെത്തുന്നതാണ്, നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ഒട്ടും വൈകണ്ട, നമ്മൾ നേരത്തെ തന്നെ പഠനം ആരംഭിക്കുക എന്നുള്ളതാണ്. കാരണം HSST ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ, സംസ്ഥാനത്തെ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഫിസിക്സ് അധ്യാപകരാകാനുള്ള ഏറ്റവും മികച്ച ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് ഇതുവഴി കൈവരുന്നത്. അത് മിസ്സാക്കരുത്. തീർച്ചയായിട്ടും നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഇതിനുവേണ്ടി പഠിച്ചു തുടങ്ങുക. ഒരു 7-8 മാസം നമുക്ക് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കാനായിട്ടുള്ള അവസരമുണ്ട്. അത് കൃത്യമായിട്ട് വിനിയോഗിക്കുക. നന്നായിട്ട് പഠിച്ച് നല്ല റാങ്ക് നേടി നല്ലൊരു സർക്കാർ അധ്യാപകരാവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. I+ അതിന് നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.